നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ തോട്ടക്കര പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരിക്കാൻ വേണ്ട നടപടികൾ വേണ്ട വിധത്തിൽ നഗരസഭ എടുത്തില്ല എന്ന് DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. ഒറ്റപ്പാലം നഗരസഭയിലെ തോട്ടക്കര പോസ്റ്റ് ഓഫീസ് റോഡ് നവീകരിക്കാൻ വേണ്ട നടപടികൾ വേണ്ട വിധത്തിൽ നഗരസഭ എടുത്തില്ല എന്ന് DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട്. യാത്രായോഗ്യമായ റോഡ് ജിയോ കേബിൾ സ്ഥാപിക്കുന്നതിനായി കുത്തിപ്പൊളിക്കുകയായിരുന്നു. കേബിൾ സ്ഥാപിച്ചതിനു ശേഷം റോഡ് യാത്രായോഗ്യമാക്കുന്നതിനുള്ള ഫണ്ട് കമ്പനി നഗരസഭയിൽ നേരത്തെ കെട്ടിവച്ചിരുന്നു എന്നും എന്നാൽ ആ ഫണ്ട് വിനിയോഗിച്ച് റോഡ് യാത്രായോഗ്യമാക്കാൻ കഴിയാഞ്ഞത് നഗരസഭാ ഭരണസമിതിയുടെ വലിയ വീഴ്ചയാണെന്നും സത്യൻ പെരുമ്പറക്കോട് അഭിപ്രായപ്പെട്ടു. പ്രധാനപ്പെട്ട റോഡ് നമ്മുടെ തോട്ടക്കര പോസ്റ്റ് ഓഫീസ് റോഡ്, വക്കീൽ രാമൻ നായർ റോഡ് എന്ന് വിശേഷിപ്പിക്കുന്ന റോഡ് യാതൊരു വിധത്തിലുള്ള കേടുപാടുകളുമുള്ള റോഡായിരുന്നില്ല. പക്ഷേ 2-3 വർഷങ്ങൾക്ക് മുൻപ് ജിയോ കേബിള് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ കരാറുമായി ബന്ധപ്പെട്ട ആ റോഡൊക്കെ തന്നെ വലിയ രീതിയിൽ മാന്തി പൊളിച്ചിട്ട് കേബിൾ സ്ഥാപിക്കുകയുണ്ടായി. പക്ഷേ റിലയൻസ് അതുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന് റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിച്ചുകൊണ്ട്, കാരണം അവരെ ആ കേബിൾ സ്ഥാപിച്ചതിന് ശേഷം റോഡ് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടൊക്കെ തന്നെ നഗരസഭയിൽ കെട്ടിവെച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ പ്രവൃത്തി റോഡിൻ്റെ ശോചനീയാവസ്ഥ കീറി ചാലാക്കിയതൊക്കെ തന്നെ ഉടൻ പഴയ രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കെട്ടിവെച്ച് ആ ഫണ്ട് സമയബന്ധിതമായി വിനിയോഗിച്ച് ആ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് സഞ്ചാര സൗകര്യമാക്കുന്നതിന് വേണ്ട നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്ന് വലിയൊരു വീഴ്ചയായിട്ടാണ് മാറിയത്. വാർഡിലെ കൗൺസിലർമാരായ ഗീതാദേവി, ശോഭന എന്നിവർ പലതവണ റോഡ് നവീകരിക്കുന്നതിനായി കത്ത് നൽകിയതായും തുക മാറ്റിവെച്ച് കരാർ നൽകി പണി തുടങ്ങേണ്ട സമയത്ത് മുനിസിപ്പൽ എഞ്ചിനീയർ റിട്ടയർഡ് ആവുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നിർത്തിവെച്ചു എന്നും 4 മാസത്തോളം എഞ്ചിനീയർ ഇല്ലാത്ത അവസ്ഥ ഉണ്ടായിരുന്നു എന്നും അതും ഭരണസമിതിയുടെ പരാജയമാണെന്നും സത്യൻ പെരുമ്പറക്കോട് ആരോപിച്ചു. ഞങ്ങളായിരുന്നു വാർഡിലെ കൗൺസിലർ ഗീതാദേവിയായിരുന്നു. ഒട്ടനവധി തവണ തൊട്ടടുത്ത വാർഡിലെ കൗൺസിലർ ശോഭയായിരുന്നു. അവരൊക്കെ തന്നെ ഒട്ടനവധി തവണ നഗരസഭാ സെക്രട്ടറിക്കും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാൻ ഉൾപ്പെടെ അവരെ ലെറ്റർ കൊടുക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും, നേരത്തെ വളരെ സൗകര്യപ്രദമായി സഞ്ചരിക്കാൻ ഉള്ള സൗകര്യമുണ്ടായിരുന്ന റോഡ് ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടി ചാല് കീറി വൃത്തികേടാക്കി വർഷങ്ങളോളം ആ പണി പൂർത്തീകരിക്കുന്നതിൽ റിലയൻസ് കമ്പനി കെട്ടിവെച്ച പണം എടുത്ത് വിനിയോഗിക്കുന്നതിൽ ഉണ്ടായ കാലതാമസം ഇന്ന് ആ പ്രദേശത്തെ ജനങ്ങൾ ഇപ്പോഴും അനുഭവിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ നഗരസഭ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അതിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിനാവശ്യമായ തുക നീക്കിവെച്ചു. ഏതാണ്ട് 22 ലക്ഷത്തോളം രൂപ നീക്കിവെച്ചു. 2 കരാറെടുത്തു. അതിൻ്റെ പണി നടപ്പിലാക്കേണ്ട സമയം വന്നപ്പോഴേക്കും മുനിസിപ്പൽ എഞ്ചിനീയർ അദ്ദേഹം റിട്ടയർഡ് ആവുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ തൊട്ടടുത്ത് നടത്തേണ്ട പണികളൊക്കെ തന്നെ അദ്ദേഹം നിർത്തിവെപ്പിച്ചു. നിലവിലെ എഞ്ചിനീയർ റിട്ടയർഡായി പോയ സാഹചര്യത്തിൽ ആ തസ്തികയിലേക്ക് ഒരു പുതിയ എഞ്ചിനീയറെ കൊണ്ടുവരാൻ ഭരണസമിതിക്ക് സ്വാധീനം ചെലുത്തി കൊണ്ടുവരുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടു. 3-4 മാസം കഴിഞ്ഞിട്ടാണ് പുതിയൊരു എഞ്ചിനീയർ ഈ അടുത്തിടെ വന്ന് ചാർജ് ഏറ്റെടുത്തത്. നിലവിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അടുത്ത ഭരണസമിതിക്ക് മാത്രമേ ഇനി ഈ റോഡ് പണി പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇലക്ഷന് ശേഷം ആ പ്രവൃത്തികളൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ ഫണ്ടും കരാറും എല്ലാം ശരിയായിട്ടിരിക്കുന്നൊരു സമയം എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ജനങ്ങൾക്ക് നേരത്തെ പൂർത്തീകരിച്ചു കൊടുക്കേണ്ട ഇത്തരം പ്രവൃത്തികളൊക്കെ വലിയ രീതിയിൽ അനാസ്ഥ കൊണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി റിട്ടയർഡായ ആൾക്ക് പകരം പുതിയ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരാതെ വലിയൊരു നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് കൃത്യമായി പ്രവൃത്തി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കി എന്നത് ഈ സന്ദർഭത്തിൽ ആളുകൾക്ക് വലിയ